ഇപ്പൊ നമ്മളുള്ളത് ഓസ്ട്രേലിയയിലെ മെൽബണിലാണ്, പ്രധാന സിറ്റിയാണിത്. ഇപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളത് ബിബിനാണ്. ഇപ്പൊ ബിബിൻ ഓസ്ട്രേലിയയിൽ വന്നപ്പോ എന്തൊക്കെയായിരുന്നു അത് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ? പേരൻസിനെയൊക്കെ കൊണ്ടുവരാം, അതുപോലെ ഇപ്പൊ UK ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇപ്പൊ ഡിപെൻഡൻസിനെയൊക്കെ സ്റ്റുഡൻസിനെ കൊണ്ടുവരാൻ പറ്റാത്ത നിയമങ്ങളാണുള്ളത്. ഇവിടെ അതിനുള്ള സാധ്യതകളുണ്ടോ? എങ്ങനെയായിരുന്നു? ഞങ്ങള് US നിന്ന് വൈഫ് നിന്നിട്ട് നാട്ടിൽ വന്ന് ഞങ്ങള് പെട്ടെന്ന് തന്നെ വിസയ്ക്ക് MSc എടുത്തു. പെട്ടെന്ന് തന്നെ വിസ അപ്രൂവ് ആയി. അത് ഒത്തിരി പേപ്പർ വർക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഫിനാൻസും എല്ലാം ഉള്ളതുകൊണ്ട്, പിന്നെ പ്രോപ്പർട്ടി എല്ലാം വെച്ച് ലോൺ കിട്ടിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിസ അപ്രൂവ് ആയി. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ പേരൻസിനെ കൊണ്ടുവരാൻ പറ്റി. ഇവിടെ അവർക്ക് കിട്ടുന്ന വിസ 3 വർഷത്തെ വിസയാണ്. അവർക്ക് 1 ഇയർ ഇവിടെ നിൽക്കാം, പിന്നെ 6 മാസം നാട്ടിൽ പോയി എക്സിറ്റ് അടിച്ചിട്ട് വീണ്ടും അവർക്ക് വരാം. വീണ്ടും വിസ എടുക്കേണ്ട കാര്യമില്ല, വിസ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ 3 വർഷം നിൽക്കാം. 3 വർഷത്തേക്ക് വിസയാണ്. നമുക്ക് മെഡിക്കൽ എടുക്കണം. മെഡിക്കൽ കിംസിൽ ട്രിവാൻഡ്രത്താണ്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് 3 വർഷത്തെ അപ്രൂവലിൽ 1 ഇയർ നമുക്ക് ഇവിടെ നിൽക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ ഇപ്പൊ എന്റെ പേരൻസിനെ നാട്ടിൽ വിട്ടേക്കുവാണ്. ഇനി 6 മാസം ഇപ്പൊ ആവാറായി. അവരിനി തിരിച്ച് അവർക്ക് എപ്പോ വേണമെങ്കിലും കയറി വരാം. അപ്പോ വേറെ വിസ ഫീസുകളോ അങ്ങനത്തെ വേറെ ഒന്നും. സ്റ്റുഡൻസിനാണെങ്കിലും അവരുടെ പേരൻസിനെ കൊണ്ടുവരാം. ഞങ്ങൾ സ്റ്റുഡന്റ് ആണ്. പപ്പയും മമ്മേനെ ഞങ്ങൾ കൊണ്ടുവന്നു. അവർക്ക് 1 ഇയർ ഇവര് നിന്നിട്ട് ഇപ്പൊ നാട്ടിൽ പോയി. വൈഫിന്റെ മമ്മിയും വന്നു, അവർക്കും കിട്ടി പെട്ടെന്ന് തന്നെ വിസ. ഇനിയിപ്പോ ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ആ വിസ പേരന്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് PR ആവുകയാണെങ്കിൽ അത് വെരി ഈസി ആണ്. അത് നേരത്തെയൊക്കെ $5,000-10,000 കെട്ടി വെക്കണമായിരുന്നു. ഇപ്പൊ ഇച്ചിരി കൂടിയിട്ടുണ്ട് ഫീസൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്കും PR ആയിട്ട് ഇവിടെ തന്നെ ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന, നാട്ടിൽ പോകേണ്ട അതിനാണ് പേരന്റ് വിസ എന്ന് പറയുന്നത്. ഇപ്പൊ മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ പേരൻസിനൊക്കെ ഡിപെൻഡൻസ് ആയിട്ട് ലൈഫ് ടൈം തുടരുക എന്നുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ പേരൻസിന് സ്ഥിരമായിട്ട് ഓസ്ട്രേലിയയിൽ നിൽക്കാൻ പറ്റുന്ന ഓപ്ഷനുകൾ ഗവൺമെന്റ് നൽകുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും പേരൻസിനെ കൊണ്ടുവരാം. 3 വർഷത്തെ വിസിറ്റിംഗ് വിസയാണ് കിട്ടുക. അതിനിടയിൽ 6 മന്ത്സിനുള്ളിൽ ഒന്ന് തിരികെ പോയി വീണ്ടും വന്നാൽ മതി. വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അത് മാത്രമല്ല, ഇപ്പൊ പഠിക്കാനാണെങ്കിലും കമ്പാരിറ്റീവ്ലി നമുക്ക് എളുപ്പമാണ്. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് മാക്സിമം ഓൺലൈൻ ക്ലാസ്സുകളാണ്. പിന്നെ ഒരു ദിവസമൊക്കെ ആഴ്ചയിൽ ക്ലാസ്സിൽ പോയാൽ മതി. ഓക്കെ, അത് വളരെ എളുപ്പം. അതുപോലെ തന്നെ ഇപ്പൊ ഡിപെൻഡൻസ് ആയിട്ട് വരുമ്പോൾ എന്തൊക്കെയാ പ്രധാനമായിട്ടും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരിക? ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഞാൻ വന്ന സമയത്ത് വൈഫ് പ്രഗ്നന്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. വന്ന സമയത്ത് ഇതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഹോസ്പിറ്റലിൽ. നമ്മൾ പ്രഗ്നൻസി സമയത്ത് അത് നമുക്ക് കവർ ആയില്ല നമ്മുടെ ഇൻഷുറൻസ്. അപ്പം നമ്മൾ ആ ഒരു അറിയാണ്ടാണ് നമ്മൾ ഇവിടെ വന്നു. നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് പൈസ പേ ചെയ്ത് നമ്മൾ അതൊരു അറൗണ്ട് ഒരു $15,000-20,000 അടുത്ത് വന്നു. അത് നമ്മൾ 3-5 ഹോസ്പിറ്റലുകളിൽ നമ്മൾ അപ്രോച്ച് ചെയ്തു. അപ്പം നമുക്ക് അവർ കോട്ട് തരും. അപ്പം നമ്മൾ ലീസ്റ്റ് നിൽക്കുന്ന ഹോസ്പിറ്റലിലാണ് നമ്മൾ ഡെലിവറി ചെയ്തത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരെ ഡിപെൻഡൻസ് ആയിട്ട് വരുമ്പോൾ സ്പൗസ് പ്രഗ്നന്റ് ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ അത് ഇൻഷുറൻസ് കവർ ചെയ്യില്ല. അപ്പൊ 12 മാസം കഴിഞ്ഞ് നമുക്ക് കവർ ചെയ്യും. ജസ്റ്റ് ഓൺലി പ്രഗ്നൻസിയുടെ മാത്രമാണ് അത് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം കവർ ആവും. അപ്പൊ പ്രഗ്നൻസിയുടെ ആ ഒരു സ്റ്റേജിൽ നമുക്കൊരു $10,000-20,000 അത് 10 മുതൽ 20,000 വരെ. അത് നമ്മൾ നിൽക്കുന്ന ഹോസ്പിറ്റൽ അനുസരിച്ച്, നമ്മൾ നിൽക്കുന്ന സ്ഥലം അനുസരിച്ച്. റീജിയണൽ ഏരിയ ആണെങ്കിൽ വീണ്ടും കുറയും. അപ്പൊ നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം. അതെ, അതാണ് മെയിൻ. സ്റ്റുഡന്റ് നമ്മൾ വരുമ്പോൾ ഒന്ന് നോക്കണം. ഇവിടെയുള്ള പൊതു സാഹചര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വിസ കിട്ടാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണോ? വിസ കിട്ടാൻ നമുക്ക് UK വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഹാർഡാണ് പേപ്പർ വർക്കുകളൊക്കെ. പക്ഷെ നല്ല സ്ട്രോങ് ഫയൽ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിസ കിട്ടും. അതുപോലെ സ്റ്റുഡന്റ് ആയിട്ടുള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഇപ്പൊ ചിലപ്പോൾ UK ആണെങ്കിൽ കൂടുതൽ അവേഴ്സ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ അവരിപ്പോ ഏതെങ്കിലും നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ കൂടുതൽ അവേഴ്സ് വർക്ക് ചെയ്തു, അതല്ലെങ്കിൽ ഓവർ സ്റ്റേ ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ട്രീറ്റ് ചെയ്യുന്നത്? ഓസ്ട്രേലിയയിൽ നമുക്ക് 24 hour വർക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ 1 മണിക്കൂർ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അവർ ഡിപ്പോർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ വിചാരിക്കും അവരറിയുന്നില്ല, പക്ഷെ നമ്മളെപ്പോഴും ട്രാക്കിംഗ് ആയിരിക്കും അവർ. അപ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ അവർ നമ്മുടെ മുമ്പിൽ വരും, പ്രത്യക്ഷപ്പെടും, നമ്മൾ ഡിപ്പോർട്ട് ചെയ്യും. 24 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വെരി റിസ്ക് ആണ്. അപ്പൊ ആ രീതിയിൽ നിയമങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കർശനമായ നിയമങ്ങളാണ് ഓസ്ട്രേലിയയിൽ നിലനിൽക്കുന്നത്. എന്നാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാഹചര്യങ്ങളാണ്. നിയമങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളുമില്ല. വീക്കിലി 24 hours ജോലി ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പൊ അതിലും കൂടുതലായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡീപ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്യാത്തതിന്റെ പേരിൽ ധാരാളം പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇൻ കേസിൽ ഊബർ വരെ ഓടിക്കാൻ പറ്റത്തില്ല 24 level. കാരണം ഊബർ ഓടിച്ചാൽ അവർക്ക് ABN അവർക്ക് അറിയാൻ പറ്റും കറക്റ്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ഊബർ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. 24 hour കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ട്രാക്കിങ്ങിലാണ്. എന്തൊക്കെ പാർട്ട് ടൈം ജോലിയാണ് ഈസി ആയിട്ട് സ്റ്റുഡൻസിന് ഇവിടെ കിട്ടുന്നത്? ഇവിടെ ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്, പിസ്സ ഉണ്ട്, ഡെലിവറി ഉണ്ട്, ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെയുള്ള കുറെ. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഈസി ആയിട്ട് കിട്ടുന്നത്
നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡിസബിലിറ്റി സപ്പോർട്ട് വർക്കറായിട്ടാണ്. അതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നേഴ്സ് എന്ന ആളെന്നില്ല ആർക്ക് വേണമെങ്കിലും ആ ജോലിയിലേക്ക് പ്രവേശിക്കാം. പെട്ടെന്ന് തന്നെ ലെവൽ 4 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ്. അപ്പൊ ചെറിയൊരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു ഏജ്ഡ് കെയറിൽ ജോലി ചെയ്യാം. അതാകുമ്പോൾ കമ്പാരിറ്റീവ്ലി നല്ല സാലറി ഉണ്ട്. ഇപ്പൊ ബിബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏജ്ഡ് കെയറിൽ ജോലി ചെയ്യുമ്പോൾ ഇപ്പൊ പല റേറ്റ് ആണല്ലോ ഓരോ സമയങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ, അതെങ്ങനെയൊക്കെയാണ് ശരി? അത് ഞാൻ ഡിസബിലിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. അത് നമുക്ക് ആഫ്റ്റർനൂൺ പേ, നൈറ്റ് പേ, മോർണിംഗ് പേ, ഇതിൽ മൂന്നും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല സാലറിയാണ് കിട്ടുന്നത്. കൂടിയ സാലറി എത്രയായിരിക്കും നമ്മൾ നൈറ്റിലൊക്കെ ജോലി ചെയ്യുക? അത് ഡിപ്പെൻസ് ഓൺ ദ കമ്പനിയും അത് നമ്മുടെ ക്ലയന്റും എല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ആവറേജ് ഒരു 40 എബോവ് മോർണിംഗ്, 45 ആഫ്റ്റർനൂൺ, ദെൻ 50 സംതിങ് അറൗണ്ട് പോയി നൈറ്റ് പേയിലേക്ക് പോകും. പിന്നെ സാറ്റർഡേ ആൻഡ് സൺഡേ 60 പെർ അവർ, സൺഡേ 78 പെർ അവർ. അപ്പൊ ആവറേജ് ഒരു മന്ത്ലി നമ്മൾ ഇതുപോലെ ഫുൾ ടൈം ഒക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാൻ. അതെ. പിന്നെ 7 അവർ ജോബാണ്, 12 അവർ അല്ല. 7 അവർ ജോബ്, മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ സൺഡേ നമുക്ക് ഇഷ്ടമുള്ളത് വേണേൽ പിക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ സ്റ്റുഡൻസിന്റെ ഡിപെൻഡൻസ് ആയിട്ട് വരുന്നവരെ അവർക്ക് ഇതുപോലെ ഫുൾ ടൈം ജോലി ചെയ്യാം. ഫുൾ ടൈം അവർ ഫുൾ ടൈം ഇതാണ് സ്പോർട്സ് വിസയ്ക്ക് വരുന്നവർ ഫുൾ ടൈം വർക്ക് റേറ്റ് ആണ് അവർക്കുള്ളത്. അവർക്ക് ഫുൾ ടൈം ചെയ്യാം. സ്റ്റുഡൻസിന് മാത്രം 24 അവർ പെർ വീക്കിൽ വരുന്നു. അപ്പൊ സ്റ്റുഡൻസിന്റെ കൂടെ ഫുൾ ടൈം ജോലി ചെയ്യാനുള്ള ഡിപെൻഡന്റ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ക്യാഷ് ഏൺ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റുഡന്റ് വിസയിൽ വരുന്ന ആ ഒരു ക്യാഷ് ഒക്കെ അവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ഓൾറെഡി സ്പോർട്സ് വിസയിലാണ്. എനിക്ക് ഞാൻ ഫോർനൈറ്റ്ലി ഒരു 3000 അടുത്ത് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. മന്ത്ലി 6000 അടുത്ത്, അറൗണ്ട് ഇന്ത്യൻ റുപ്പീസ് ഒരു 3-3.5 ലക്ഷം രൂപ നമ്മൾ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ചെലവുകൾ മാത്രമല്ല, ചെലവുകൾ കഴിഞ്ഞ് നല്ലൊരു ക്യാഷ് സേവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. ഫാമിലിയായിട്ട് വരുന്നവർക്ക് ധാരാളം സാധ്യതകളാണ് ഓസ്ട്രേലിയയിലുള്ളത്. ഇപ്പോൾ മറ്റു രാജ്യങ്ങളെ പോലെയല്ല, ഓസ്ട്രേലിയയിൽ സാലറി കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ഒക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നവർ ഫുൾ ടൈം ജോലി ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ടുള്ള ആ ഒരു എക്സ്പെൻസുകളൊക്കെ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന സാധ്യതകളുണ്ട്. നമ്മൾ എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അല്ലേ. ഇപ്പൊ ബിബിനെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു. ആഴ്ചയിൽ 70-80 മണിക്കൂറൊക്കെ ജോലി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല അപേക്ഷ കിട്ടുന്നുണ്ട്. നമ്മൾ പിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അപേക്ഷ കിട്ടുന്നത്. അപ്പൊ നമുക്ക് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ? ഞാൻ ഡിപ്പെൻഡ് ആണ്, എനിക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും ജോലി ചെയ്യാനുള്ള പെർമിഷൻ ആണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ താമസിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഈ എക്സ്പെൻസ് അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയാണ്? ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഷെയർ ഹൗസ് ആണ് എടുത്തേക്കണേ. നമ്മൾ ഫാമിലിയുടെ കൂടെയാണ് 1 ബെഡ്റൂം ഷെയർ ചെയ്തത്. അപ്പോൾ അവർ നമുക്ക് തരുമ്പോൾ ലീസിന് എടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ ആയി, അഡ്രസ് പ്രൂഫായി. നമ്മൾ അത് കഴിഞ്ഞിട്ട് 6 മാസം നമ്മൾ 4 ബെഡ്റൂമിന് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് 4 ബെഡ്റൂം അപ്രൂവ് ആയി കിട്ടി. ഞങ്ങളിപ്പോ 2.5 വർഷമായിട്ട് 4 ബെഡ്റൂമിലാണ് താമസിക്കുന്നത്. 4 ബെഡ്റൂം ഹൗസ്. 4 ബെഡ്റൂം ഹൗസ്. അപ്പൊ അത് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഈ പ്രധാന സിറ്റിയായ മെൽബണിലാണ് നമ്മളുള്ളത്. ഇവിടുന്ന് എത്ര ദൂരമുണ്ട് വീട്ടിൽ? ഇവിടുന്ന് ഒരു 40-45 മിനിറ്റ്സ് ആണ് ഞങ്ങൾക്ക് വരുന്നത്. ഓക്കെ. അത് ഞങ്ങള് മാക്സിമം ട്രെയിനാണ്. 1 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ട്രെയിനാണ് വരുന്നത്. ട്രെയിൻ വരുന്നത്. അപ്പൊ ട്രെയിൻ ഇതിന്റെ ഉള്ളിൽ ട്രാമിനൊക്കെ ഫ്രീ ആണല്ലോ? ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. ഓക്കെ. അതുപോലെ ഇപ്പൊ റെന്റ് എത്രയാവുന്നുണ്ട് ഒരു മാസം നമുക്ക്? റെന്റ് ഇപ്പോ ഇച്ചിരി അടുത്ത് നിൽക്കുന്നതുകൊണ്ട് 2,500 അടുത്താണ് വരുന്നത്. നമ്മൾ എല്ലാ ആക്സസും കോൾസും കാര്യങ്ങളൊക്കെ ഷോപ്പിങ്ങിനൊക്കെ അടുത്തായതുകൊണ്ട് ഇച്ചിരി ദൂരം കൂടുന്നോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും പെർ വീക്ക് 500-550 അടുത്ത് വരുന്നുണ്ട് പെർ വീക്ക്. അപ്പോൾ അക്കോമഡേഷൻ അത്ര എക്സ്പെൻസീവ് അല്ല. ഇപ്പൊ $2,500 ആണ് ഒരു മാസം ആകുന്നുള്ളൂ. അതും 4 ബെഡ്റൂം ഹൗസ് ആണ്. എല്ലാ ഫെസിലിറ്റികളും ഉള്ള വീട്. ഇത് പ്രധാന സിറ്റിയിൽ നിന്ന് ജസ്റ്റ് 45 മിനിറ്റ്സ് അവേ ആണ്. ഇപ്പൊ ഇത് മെൽബണിലെ പ്രധാന സിറ്റിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്കിപ്പോ സിറ്റിയിലോട്ട് പെട്ടെന്ന് വേണ്ടി വരാനുള്ള ആക്സസ് എല്ലാം ഉണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടിന് വലിയ പ്രാധാന്യമുള്ളതാണ് പ്രധാന സിറ്റിയായ മെൽബൺ. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ വരാം, സിറ്റിയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന. അതുപോലെ ജോലിക്ക് വരുവാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഉണ്ട്. അപ്പൊ പൊതുവായി നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്കാണെങ്കിലും വലിയ സാധ്യതകളുണ്ട്. ഇപ്പൊ മറ്റ് പല രാജ്യങ്ങളിലും വിസ നിയമങ്ങളൊക്കെ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു സാധ്യത തന്നെയാണ് ഇവിടെ നൽകുന്നത്. ഇപ്പൊ വിസ നിയമങ്ങളൊക്കെ കർശനമാണ്. എല്ലാ പേപ്പേഴ്സും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വരാം. വിസ കിട്ടും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരാൻ ആഗ്രഹമുള്ളവർക്ക് ധാരാളം കോഴ്സുകളാണ് യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാമിലിയുമായിട്ട് എത്താം. അത് മാത്രമല്ല മറ്റ് ഫാമിലി മെമ്പേഴ്സിനെ കൂടി, പേരൻസിനെ കൂടി കൊണ്ടുവരാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. സ്ഥിരമായി നിൽക്കാനുള്ള സാധ്യതകൾ പിന്നീട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ കോഴ്സ് പാസ്സാകുന്നതനുസരിച്ച്, ജോലി കിട്ടുന്നതനുസരിച്ച് വർക്ക് വിസയിലോട്ട് മാറാൻ പറ്റും. ഹെൽത്ത് കെയർ ഉൾപ്പെടെയുള്ള കോഴ്സുകളാണെങ്കിൽ, നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകളാണെങ്കിൽ കൂടുതൽ സാധ്യതകൾ, ചാൻസുകൾ കൂടുതൽ, ജോലി കിട്ടാൻ എളുപ്പമുണ്ട്, വിസ കിട്ടാൻ എളുപ്പമുണ്ട്. അപ്പൊ നഴ്സിംഗ് പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സ് എടുത്തു വരുന്നവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഓസ്ട്രേലിയയിലുള്ളത്. സ്ഥിരമായി നിൽക്കാനും സെറ്റിൽ ചെയ്യാനും കഴിയുന്ന ഏറ്റവും നല്ല രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മെൽബൺ നല്ല പ്ലസന്റ് ആയിട്ടുള്ള വെതറാണ് ഇപ്പോൾ ഇവിടെ. 15-16 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ.
അപ്പൊ അധികം ചൂടൊന്നുമില്ല. അപ്പൊ ചൂട് കാലത്താണെങ്കിൽ അല്പം ചൂടുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെ ആ ഒരു വെതറൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ അതെ പറ്റും. അതെ അതെ അതെ. അപ്പൊ അതുപോലെ ട്രാമുകളാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുക. ഇതുപോലെ സിറ്റിക്കുള്ളിലുള്ള ട്രാമുകളെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ധാരാളം വലിയ സപ്പോർട്ടാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നത്. വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള പിന്നെ ഞങ്ങൾക്ക് വന്നപ്പോ ഞങ്ങൾക്ക് ഇവിടുത്തെ ടാക്സ് ഞങ്ങൾ 1 ഇയർ ഞാൻ ജോലി ചെയ്തു, ഫുൾ ടൈം ജോലി ചെയ്തായിരുന്നു. നമുക്ക് ടാക്സ് റിട്ടേൺ കിട്ടുമ്പോൾ നമുക്ക് ഫുൾ എമൗണ്ട് അവർ റീഫണ്ട് ചെയ്യും നമ്മൾ ടാക്സ് പേ ചെയ്യുമ്പോൾ ആദ്യത്തെ 1 വർഷം. പിന്നെ അവര് നമ്മൾ പിടിക്കുന്നതനുസരിച്ച് അവർ പിടിക്കും. അതെ. അപ്പൊ ടാക്സ് റിട്ടേൺ ചെയ്യുന്ന രീതിയുണ്ട് ആദ്യ വർഷം വരുമ്പോൾ. അപ്പൊ അതൊരു നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ആദ്യം വരുമ്പോഴൊക്കെ പൈസക്കൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ തീർച്ചയായിട്ടും 1 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ടാക്സ് തിരികെ കിട്ടുന്ന ആ ഒരു ഓപ്ഷനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഓസ്ട്രേലിയയിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി ആയിട്ട് സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ ധാരാളമുണ്ട്. അപ്പോൾ വളരെയധികം നന്ദി വിപിൻ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇനി ഇവിടെ കോഴ്സ് പഠിക്കാനായിട്ട്, പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻസ് ആയിട്ട് പഠിക്കാനായിട്ട് വന്നിട്ടുള്ളവരാണ്, അതല്ലെങ്കിൽ ഡിപെൻഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ്ഡ് കെയർ മേഖലയിൽ ജോലി ലഭിക്കുന്നതിനുള്ള കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന മലയാളികളുടെ നേതൃത്വത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മെൽബണിലുള്ളത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായ ഹെൽപ്പ് ലഭിക്കും. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ജോലി ലഭിക്കുകയും ചെയ്യും. വിപിൻ അങ്ങനെയാണ് ഈ ഒരു ജോലി ലഭിച്ചത്. നല്ലൊരു സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് സപ്പോർട്ട് കെയർ മേഖല, ഏജ്ഡ് കെയർ മേഖല തുടങ്ങിയ സാധ്യതകളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു വിപിൻ. താങ്ക് യു.